ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് 2400 രൂപ കൊടുത്ത് വാങ്ങിച്ച ഓഡിയോ അറേയുടെ മൈക്കിന്റെ ഒരു കുഞ്ഞു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാര്യം ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. 2 ഇതെങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്നുള്ള കാര്യം. 3 ഓഡിയോ കമ്പാരിസൺ. അതായത് ഞാൻ ലാപ്ടോപ്പിന്റെ ഇൻബിൽഡ് മൈക്ക്, എൻ്റെ ഫോണിന്റെ മൈക്ക്, പിന്നെ ഈ മൈക്കും യൂസ് ചെയ്തിട്ട് ഓഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൽ ഏത് മൈക്കിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം. അപ്പം ഫസ്റ്റ് പാർട്ട് തന്നെ നമ്മൾ ബോക്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഓഡിയോ അറേയുടെ മൈക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ പോപ്പ് ഫിൽറ്ററും നേരത്തെ മൈക്കിൻ്റെ കവറും എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഷോക്ക് അബ്സോർബറും ഉണ്ട് ആ റൗണ്ടിൽ കാണുന്ന സാധനം. ഇത് ട്രൈപോഡ് സ്റ്റാൻഡ് കൂടെ വെക്കാനുള്ളതാണ്, താഴെ വെക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ടേബിളിമേ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം. ഇപ്പോൾ ചിലവയൊക്കെ നമ്മൾ വെക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ടേബിളിൻ്റെ ഇതിമേ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് അത്. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റാൻഡ്. സ്റ്റാൻഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു മെറ്റലിൻ്റെ സ്റ്റാൻഡ്, അങ്ങനത്തെ ടൈപ്പ് ഒരു സ്റ്റാൻഡാണ്. ഫ്ലെക്സിബിളും ആണ്. ഇതിന് ഏകദേശം 1 ഇയറിന് വരെ വാറണ്ടി ഉണ്ട്. പിന്നെ ആമസോണിൽ റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ, റിട്ടേൺ ഇല്ല. അപ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ട്രൈപോഡ്. ഇത് നമുക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യാതെ ട്രൈപോഡ് വെച്ചിട്ട് ട്രൈപോഡും മൈക്കും മാത്രം യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് യൂസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് സംഭവം. ഇനി ഇതിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. ഇതാണ് മൈക്ക്. മൈക്കിൻ്റെ മേളിലേക്ക് കവർ വെക്കുക. ഈ കവർ മെയിനായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ ഇപ്പം ഒരു കാറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഇതാണ് ഷോക്ക് അബ്സോർബർ. ഷോക്ക് അബ്സോർബറിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ സിമ്പിൾ വേണം നമ്മുടെ നേരെ കാണാൻ. നമ്മുടെ മുഖത്തിന് നേരെ ആ സിമ്പിൾ കാണണം. ഓക്കെ. ഇനി നമ്മൾ ഈ സംഭവം നമ്മുടെ വയറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡ് മൈക്കിലേക്ക് കണക്ട് ചെയ്യുക, മറ്റേ എൻഡ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക. അത് USB പോർട്ടായിരിക്കും. ഇത് മൈക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട്. പിന്നെ ഈ ബോക്സിനകത്ത് ഒരു USB A to C കൺവെർട്ടറും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാ. ഇനി നമുക്ക് ഇത് സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യണം, ഈ ഷോക്ക് അബ്സോർബർ. അപ്പോൾ ഷോക്ക് അബ്സോർബറിൻ്റെ ഈ ഭാഗം സ്റ്റാൻഡിൻ്റെ ഈ ഭാഗത്തിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ലൂസാക്കുക. ഇവിടുന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോബുമേ പിടിച്ച് തിരിച്ചാൽ മതി. അപ്പോൾ ഇത് തിരിക്കുമ്പം ലൂസാവും. ഇനി ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മുടെ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യണം. ചുമ്മാ റോൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സ്റ്റാൻഡും ഷോക്ക് അബ്സോർബറും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഷോക്ക് അബ്സോർബറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈക്ക് വെക്കണം. അത് കഴിഞ്ഞ് വയർ കണക്ട് ചെയ്യുക, വയറെടുത്ത് ലാപ്പിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാൻഡ് ടേബിളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓഡിയോ കമ്പാരിസൺ ഞാൻ കേൾപ്പിച്ചു തരാം. ഇനി മൈക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ മൈക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സിമ്പൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ നേരെ ആയിരിക്കണം. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ പോപ്പ് ഫിൽറ്റർ. അതും ഈ സ്റ്റാൻഡുമേ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ അറ്റത്ത് നമുക്ക് നോക്കി കാണാൻ പറ്റും, ഇങ്ങനെ തിരിക്കാൻ പറ്റുന്ന സംഭവം. അത് ആ സ്റ്റാൻഡുമേ നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ടേബിളിൽ ഇത് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഡിയോ കമ്പാരിസണാണ്. ഞാൻ ലാപ്ടോപ്പിൻ്റെ ഓഡിയോ മൈക്ക്, നമ്മുടെ ഫോണിൻ്റെ മൈക്ക്, പിന്നെ ഈ ഓഡിയോ അറേയുടെ മൈക്കും കൂടെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ കമ്പാരിസൺ കേൾപ്പിച്ചു തരാം, അല്ലെങ്കിൽ ഓഡിയോ കമ്പാരിസൺ കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇൻബിൽഡ് മൈക്കിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൈക്കോ അല്ലെങ്കിൽ വേറെ ഹെഡ്സെറ്റോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ലാപ്ടോപ്പിൻ്റെ ഇൻബിൽഡ് മൈക്കിൽ സംസാരിക്കുന്ന ഓഡിയോ ആണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ഇൻബിൽഡ് മൈക്കിലാണ്. ഫോൺ S23 Ultra. S23 Ultrയുടെ ഇൻബിൽഡ് മൈക്കിൽ സംസാരിക്കുന്ന വോയിസ് ആണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് 2500 രൂപ കൊടുത്ത് വാങ്ങിച്ച മൈക്കിൻ്റെ ഓഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ വ്യത്യാസം വല്ലതും മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും ഗുണമുണ്ടോ, ഈ പൈസ ചിലവാക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളത് ഈ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഫാൻ ഓൺ ചെയ്തിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അത് ഫാനിൻ്റെ വല്ല ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കേട്ട് നോക്കുക. ഇപ്പോൾ ഫാൻ ഓൺ ചെയ്തിട്ട് മൈക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ 4 ഓഡിയോയും കേട്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. മൈക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ, ഈ 3ൻ്റെയും ഓഡിയോ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ 2500 രൂപ കൊടുത്ത് ഞാൻ ഈ മൈക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.